ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ GITയുടെ ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ GITയുടെ 3 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 3 മൊഡ്യൂൾസിലെ എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിരുന്നു. ഇനി നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫോർത്ത് മൊഡ്യൂളിൽ മെയിനായിട്ടും 3 ടോപ്പിക്സ് ആണുള്ളത്: ഗ്രൗണ്ട് ആങ്കേഴ്സ്, റോക്ക് ബോൾസ് ആൻഡ് സോയിൽ നീലിംഗ്. ഓക്കെ, ഇന്ന് നമ്മളതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൗണ്ട് ആങ്കേഴ്സ് ആണ്. ഗ്രൗണ്ട് ആങ്കേഴ്സിൽ 3 പാർട്ടാണുള്ളത്. ഒന്ന് ടൈപ്സ് ആൻഡ് കമ്പോണൻസ്, ആപ്ലിക്കേഷൻസ്, ആങ്കർ ടെസ്റ്റ്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഗ്രൗണ്ട് ആങ്കേഴ്സ് എന്താണ്? ഗ്രൗണ്ട് ആങ്കേഴ്സ് ഗ്രൗണ്ട് ആങ്കേഴ്സിൻ്റെ തന്നെ മറ്റൊരു പേരാണ് എന്ത്? എർത്ത് ആങ്കേഴ്സ്. ഗ്രൗണ്ട് ആങ്കേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് എർത്ത് ആങ്കേഴ്സ്. എന്താണ് ഗ്രൗണ്ട് ആങ്കർ? ഇറ്റ്സ് എ സ്ട്രക്ചറൽ മെമ്പർ വിച്ച് ട്രാൻസ്മിറ്റ്സ് ആൻഡ് അപ്ലൈഡ് ടെൻസൈൽ ഫോഴ്സ് ടു എ കേപ്പബിൾ ഗ്രൗണ്ട്. അതായത് ഗ്രൗണ്ട് ആങ്കർ എന്ന് പറയുന്നത് ഒരു ടെൻസൈൽ മെമ്പറാണ്. ഇപ്പം നമ്മൾ ഒരു സ്ട്രക്ചർ എടുക്കുക, ഒരു കോളം എടുക്കുകയാണെങ്കിൽ അതിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും നമ്മളല്ലേ. ഇപ്പോൾ ഒരു കോളത്തിന് അല്ലെങ്കിൽ എന്ത് ഒരു ബീമായിട്ട് കോളം ആയിക്കോട്ടെ, ഏതൊരു ഇതിനാണെങ്കിലും നമ്മൾ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ആ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിലെ ടെൻസൈൽ മെമ്പറാണല്ലേ. ആ റീഇൻഫോഴ്സ്മെൻറ്റ് ടെൻസൈൽ മെമ്പറാണ്. അതുപോലെ ഒരു സോയിൽ സ്ട്രക്ചറിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ അതിൽ കൊടുക്കുന്ന ഒരു ടെൻസൈൽ ഫോഴ്സ് എടുക്കുന്ന സ്ട്രക്ചറൽ എലമെൻ്റ് ആണ് എന്ത്? ഗ്രൗണ്ട് ആങ്കർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്ട്രക്ചറൽ മെമ്പർ വിച്ച് ട്രാൻസ്മിറ്റ്സ് ആൻഡ് അപ്ലൈഡ് ടെൻസൈൽ ഫോഴ്സ് ടു കേപ്പബിൾ ഗ്രൗണ്ട്. ഇപ്പം നിങ്ങളൊരു എക്സാമ്പിൾ ഓർക്കുക. ഇപ്പോൾ ഒരു റീറ്റെയിനിങ് വോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ റീറ്റെയിനിങ് വോളിൽ ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്ക് ഫില്ലായിട്ടുള്ളൊരു സോയിൽ മെറ്റീരിയൽ ഉണ്ടായിരിക്കില്ല. ഏത് സോയിലിനെയാണോ ഇത് റീറ്റെയിൻ ചെയ്യുന്നത്, ആ റീറ്റെയിൻ ചെയ്യുന്ന സോയിലിലെ ടെൻസൈൽ ഫോഴ്സ് വിസ്റ്റാൻഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ റീറ്റെയിനിങ് വോൾ ആയിരിക്കും. അപ്പോൾ ഈ റീറ്റെയിനിങ് വോളിനെ ഒന്ന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഇൻസ്റ്റോൾ ചെയ്യുന്നത്? ഗ്രൗണ്ട് ആങ്കേഴ്സ് ഇൻസ്റ്റോൾ ചെയ്യുന്നത്. അതിനെ അസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ റീറ്റെയിനിങ് വോള് വിസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ടെൻസൈൽ ഫോഴ്സിനെ നമ്മൾ ഗ്രൗണ്ട് ആങ്കറിലൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ട്രേറ്റത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഇപ്പോൾ റീറ്റെയിനിങ് വോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു വീക്ക് സോയിലിനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം റീറ്റെയിനിങ് വോളിൻ്റെ നിയറസ്റ്റ് സോയിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വീക്ക് സോയിലായിരിക്കും, ഒരു വീക്ക് സ്ട്രേറ്റമായിരിക്കും. ആ വീക്ക് സ്ട്രേറ്റത്തിൽ നിന്നും അപ്പുറത്തേക്ക് കുറേ കൂടെ ദൂരേക്ക് പോയി കഴിയുമ്പോൾ, അതിനുള്ളിലേക്ക് പോയി കഴിയുമ്പം എവിടെയെങ്കിലും ഒരു സ്ട്രോങ് സ്ട്രേറ്റ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റീറ്റെയിനിങ് വോളിലൂടെ നമ്മൾ ഈ ഗ്രൗണ്ട് ആങ്കർ ഇൻസ്റ്റോൾ ചെയ്തിട്ട് ഈ ഗ്രൗണ്ട് ആങ്കറിൻ്റെ ടിപ്പ് എവിടെയായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്? ആ റീറ്റെയിനിങ് വോളിൻ്റെ ഏറ്റവും അടുത്തുള്ള വീക്ക് സ്ട്രേറ്റത്തിനും അപ്പുറത്തേക്കുള്ള ഒരു സ്ട്രോങ് സ്ട്രേറ്റ ഉണ്ടല്ലോ, അതിലേക്കായിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ട് ആങ്കർ ഈ വീക്ക് സ്ട്രേറ്റത്തിലൂടെ പാസ് ചെയ്ത് സ്ട്രോങ് സ്ട്രേറ്റയിലെത്തി അതിൻ്റെ ടിപ്പ് റെസ്റ്റ് ചെയ്യുന്ന എവിടെയായിരിക്കും? ആ സ്ട്രോങ് ഗ്രൗണ്ടിലായിരിക്കും. ആ ലോഡിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, അതിന് കേപ്പബിലിറ്റിയുള്ള ആ ഒരു ഗ്രൗണ്ടിലേക്ക് ടെൻസൈൽ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് ഗ്രൗണ്ട് ആങ്കർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഗ്രൗണ്ട് ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സ്ട്രക്ചറൽ മെമ്പർ വിച്ച് ട്രാൻസ്മിറ്റ്സ് ആൻഡ് അപ്ലൈഡ് ടെൻസൈൽ ഫോഴ്സ്. അതിൽ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സിനെ ഒരു കേപ്പബിൾ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറൽ എലമെൻറ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ മെമ്പറാണ് എന്ത്? ഗ്രൗണ്ട് ആങ്കർ എന്ന് പറയുന്നത്. ദ ടെൻസൈൽ ഫോഴ്സ് ഈസ് റെസിസ്റ്റഡ് ബൈ ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി സറൗണ്ടിങ് ഗ്രൗണ്ട്. ഓക്കെ, ആ റീറ്റെയിനിങ് വോൾ നമ്മൾ ഈ ഗ്രൗണ്ട് ആങ്കർ ഇൻസ്റ്റോൾ ചെയ്തില്ല എന്ന് വെച്ചോ, ആ സോയിലുള്ള ഫുൾ ഫോഴ്സും ആരായിരുന്നു വിസ്റ്റാൻഡ് ചെയ്യേണ്ടത്? ആ റീറ്റെയിനിങ് വോൾ ആയിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഗ്രൗണ്ട് ആങ്കർ ഇൻസ്റ്റോൾ ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? അതിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട്, അതിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ആ റീറ്റെയിനിങ് വോളിൽ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സ്. റീറ്റെയിനിങ് വോളിൽ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ചുറ്റുമുള്ള സോയിലിൽ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സ് ആണ് റീറ്റെയിനിങ് വോളിൽ ആക്ട് ചെയ്യുന്നത്. ആ ടെൻസൈൽ ഫോഴ്സിനെ ഗ്രൗണ്ട് ആങ്കറിലൂടെ നമ്മൾ ഒരു സ്ട്രോങ് സ്ട്രേറ്റയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ റീറ്റെയിനിങ് വോള്
എടുക്കേണ്ടിയിരുന്ന ടെൻസൈൽ ഫോഴ്സിനെ ആ സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് കൂടി എന്ത് ചെയ്യുന്നു, ഷിയർ സ്ട്രെങ്ത് കൂടി റെസിസ്റ്റ് ചെയ്യുന്നു. അപ്പം ഒരേ പ്രവൃത്തി തന്നെ റിട്ടൈനിങ് വോളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടൈനിങ് വോൾ മാത്രം ചെയ്യേണ്ടിയിരുന്ന ഒരു വർക്ക് ആരുകൂടി ഏറ്റെടുക്കുകയാണ് അവിടെ, അതിന് ചുറ്റുമുള്ള ആ ഒരു സോയിൽ, സ്ട്രോങ് ആയിട്ടുള്ള സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് കൊണ്ടുകൂടി റെസിസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗ്രൗണ്ട് ആങ്കർ യൂസ് ചെയ്യുന്നത്. ദ ആങ്കർ ഷുഡ് ഹാവ് ഇനഫ് കപ്പാസിറ്റി റിക്വയർഡ് ടു കീപ് ദ മൂവ്മെൻറ്റ് ഓഫ് ദി സ്ട്രക്ചർ ആൻഡ് ദ ഗ്രൗണ്ട് മാസ് ടു എ ടോളറബിൾ ലെവൽസ്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഗ്രൗണ്ട് ആങ്കർ എങ്ങനെയുള്ളതായിരിക്കണം, ആ സോയിൽ മാസ് അതിനകത്തൊരു ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ ആ ഒരു സ്ട്രക്ചറിന് മൂവ്മെൻറ്റ് ഉണ്ടാകാം, അതുപോലെ തന്നെ അതിന് സറൗണ്ടിങ് ആയിട്ടുള്ള സോയിലിന് മൂവ്മെൻറ്റ്, സോയിൽ മാസിന് മൂവ്മെൻറ്റ് ഉണ്ടാകാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഗ്രൗണ്ട് ആങ്കർ എങ്ങനെയായിരിക്കണം, ആ ഒരു സ്ട്രക്ചറിൻ്റെയും സോയിൽ മാസിൻ്റെയും മൂവ്മെൻറ്റിനെ പെർമിസിബിൾ ലിമിറ്റിനുള്ളിൽ നിർത്താൻ ശേഷിയുള്ള, അതിന് കപ്പാസിറ്റി ഉള്ള ഗ്രൗണ്ട് ആങ്കർ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഗ്രൗണ്ട് ആങ്കറിൻ്റെ മറ്റൊരു പേരാണ് എർത്ത് ആങ്കർ. എർത്ത് ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ സ്ട്രക്ചറൽ എലമെൻറ്റ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ദ ടെൻസൈൽ ഫോഴ്സ് ടു എ സ്ട്രോങ് സ്ട്രേറ്റ. ഒരു സ്ട്രോങ് സ്ട്രേറ്റയിലേക്ക് ടെൻസൈൽ ഫോഴ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറൽ മെമ്പറാണ് എന്ത്, ഗ്രൗണ്ട് ആങ്കർ. പിന്നെ എന്താണ് പറഞ്ഞത്, ഗ്രൗണ്ട് ആങ്കർ എന്താണ് ചെയ്യുന്നത്, ആ ഒരു ടെൻസൈൽ ഫോഴ്സിനെ സോയിലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് ആ സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് ഈ ടെൻസൈൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നു. അതാണ് അവിടെ നടക്കുന്ന ആ ഒരു മെക്കാനിസം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ആങ്കർ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും അതിൻ്റെ ലെങ്ത് ആണെങ്കിലും അതിൻ്റെ ബാക്കി ഏരിയയും സൈസും ഒക്കെ എന്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം, ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിൻ്റെയും സോയിൽ മാസിൻ്റെയും മൂവ്മെൻറ്റിനെ പെർമിസിബിൾ ലിമിറ്റിനുള്ളിൽ നിലനിർത്താൻ കപ്പാസിറ്റിയുള്ള ആങ്കർ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. റെഡ് കളർ കാണിച്ചേക്കുന്നത് ഒരു റീറ്റൈനിങ് വോളാണ്. ആ റീറ്റൈനിങ് വോളിൽ അതിനുള്ളിൽ കണ്ടോ 10 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പം ഗ്രൗണ്ട് ആങ്കർ എന്ന് പറയുമ്പം അതിന് പല പോർഷൻസ് ഉണ്ട്. അതിൽ 10 എന്ന് പറയുമ്പോൾ ഒരു കേബിളോ റോഡോ എന്തെങ്കിലും നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യും, ആ ഒരു പോർഷനാണ്. അതായത് മെയിനായിട്ടും അതിനകത്ത് ടെൻസൈൽ മെമ്പർ ഉണ്ടല്ലോ, ആ ടെൻസൈൽ മെമ്പറിനെയാണ് നമ്മൾ 10 എന്ന് പറയുന്നത്. ആ 10 സോയിലിനുള്ളിലേക്ക് കൊണ്ടുവന്ന് ഗ്രൗട്ട് ചെയ്യുന്നു. ഗ്രൗട്ട് ചെയ്യുക വെച്ചാൽ അവിടെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. അതിന് കുറച്ച് ലെങ്ത് ഫ്രീ ആയിട്ടുണ്ട്, പിന്നെ അതിലേക്ക് ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഫിക്സഡ് ലെങ്ത് ഫ്രീ ലെങ്ത്തും എന്താണ് ജസ്റ്റ് നിങ്ങൾ നോക്കി, ഇത് നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ 10 കുറച്ച് പോർഷൻ കൊണ്ട് ആ ടിപ്പിൽ കൊണ്ടുവന്ന് നമ്മൾ ആ സ്ട്രോങ് സ്ട്രേറ്റത്തിൽ കൊണ്ടുവന്ന് ഗ്രൗട്ട് ചെയ്യും. ആ ഗ്രൗട്ട് ചെയ്ത് അത്രയും പോർഷൻ ആ 10 അത്രയും ലെങ്തിനെ നമ്മൾ ഫിക്സഡ് ലെങ്ത് ഫിക്സ് ചെയ്ത് വെച്ചേക്കല്ലേ, ഫിക്സഡ് ലെങ്ത് എന്നും അതിൽ ഫ്രീ ആയിട്ടുള്ള ആ ഗ്രൗട്ട് ചെയ്യപ്പെടാത്ത ആ ഒരു പോർഷൻ, സോയിലിനുള്ളിലുള്ള ആ ഒരു പോർഷനെ നമ്മൾ ഫ്രീ ലെങ്ത് എന്നും പറയുന്നു. ഇത് നമ്മുടെ ഫീൽഡിലുള്ള ഒരു ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ ഒരു എർത്ത് ആങ്കറിൻ്റെ ഇമേജാണ്. ഇപ്പം ഒരു ഫിനിഷ്ഡ് വർക്ക് എന്ന് പറയുമ്പം ഇത് ഇത്രയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ പുറത്തേക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഞാൻ പറഞ്ഞ റോഡ് കാര്യങ്ങളെല്ലാം അതിനുള്ളിലേക്കാണ്. ഇതിൻ്റെ ബാക്കി ഇത്രയും പുറത്ത് നമ്മൾ ഇത്രയും കാണത്തുള്ളൂ, ആ ഒരു ബെയറിംഗ് പ്ലേറ്റും ആ റോഡിൻ്റെ ആ ഒരു ഇതൊക്കെ കാണത്തുള്ളൂ. ഇതാണ് ഒരു ഫിനിഷ്ഡ് വർക്ക്. ഇത് നോക്കിക്കേ, ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ 10 എന്ന് പറയുന്നത്, ഈ ഓരോ റോഡ് കണ്ടോ ഇതിൽ, ആ ഓരോ റോഡിനെയാണ് നമ്മൾ 10 എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൗണ്ട് ആങ്കേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് കേബിൾസ് ഓർ റോഡ്സ് കണക്റ്റഡ് ടു എ ബെയറിംഗ് പ്ലേറ്റ്. നേരത്തെ പറഞ്ഞല്ലോ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന റോഡ്സ്, അതൊന്നിക്ക് റോഡാകാം, സ്റ്റീൽ റോഡ്സ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കേബിൾസ് ആകാം. അതെ, അല്ലെ ആ മെറ്റീരിയൽ മാറാം. സ്റ്റീൽ തന്നെ വേണമെന്ന്, സ്റ്റീലാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് സ്റ്റീൽ തന്നെ വേണമെന്നില്ല, ഇപ്പോൾ വേറെ ഒരുപാട് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി ഗ്രൗണ്ട് ആങ്കേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് കേബിൾസ് ഓർ റോഡ്സ് കണക്റ്റഡ് ടു ബെയറിംഗ് പ്ലേറ്റ്. അതെല്ലാം ഏതിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ബെയറിംഗ് പ്ലേറ്റിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി സ്റ്റെബിലൈസേഷൻ ഓഫ് സ്റ്റീപ്പ് സ്ലോപ്സ്. എന്തിനൊക്കെ വേണ്ടിയിട്ട്, ഞാൻ നേരത്തെ റിട്ടൈനിങ് വോളിന് സ്റ്റെബിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു, അതിപ്പോൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മെയിനായിട്ടും ഇറ്റ് ഈസ് യൂസ്ഡ്, റിട്ടൈനിങ് വോൾ വേണം എന്നില്ല, ഈ ഗ്രൗണ്ട് ആങ്കേഴ്സ് മാത്രമായിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ,
ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി സ്റ്റീപ്പ് സ്ലോപ്സിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓർ സ്ലോപ്സ് കൺസിസ്റ്റിംഗ് ഓഫ് സോഫ്റ്റർ സോയിൽസ്. ഒന്നാമത്തത് ചരിവ് കൂടിയ ഒരു പ്രതലത്തിന്, ചരിവ് കൂടിയ അല്ലെങ്കിൽ ഒരു സ്റ്റീപ്പ് സ്ലോപ്പിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ സോയിൽ വീക്ക് ആണെങ്കിൽ, സോഫ്റ്റ് സോയിലാണെങ്കിൽ ആ സോയിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആങ്കേഴ്സ് യൂസ് ചെയ്യാം. ആസ് വെൽ ആസ് ദ എൻഹാൻസ്മെൻറ്റ് ഓഫ് എംബാക്ക്മെൻറ്റ് ഓർ ഫൗണ്ടേഷൻ സോയിൽ കപ്പാസിറ്റി. എംബാക്ക്മെൻറ്റിൻ്റെയും അതുപോലെ ഫൗണ്ടേഷൻ സോയിലിൻ്റെയും ഒക്കെ കപ്പാസിറ്റി, ബെയറിംഗ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓർ ടു പ്രിവെൻറ്റ് എക്സസീവ് ഇറോഷൻ ആൻഡ് ലാൻഡ് സ്ലൈഡ്സ്. ഇറോഷനും ലാൻഡ് സ്ലൈഡ്സും ഒക്കെ പ്രിവെൻറ്റ്, അതൊക്കെ എപ്പോഴാണ്, വീക്ക് സോയിലാണെങ്കിലാണ് ഇറോഷനും ലാൻഡ് സ്ലൈഡും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം ഇറോഷനും ലാൻഡ് സ്ലൈഡ്സിനെയും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഗ്രൗണ്ട് ആങ്കേഴ്സ് യൂസ് ചെയ്യാം. ദി യൂസ് ഓഫ് സ്റ്റീൽ ഗ്രൗണ്ട് ആങ്കേഴ്സ് ഈസ് ഓഫൺ കൺസ്ട്രെയിൻഡ് ബൈ ഓവറോൾ ഡിഫിക്കൽട്ടി ഇൻ പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ഇറ്റ്സ് വെയ്റ്റ് ആൻഡ് ദ ഡിഫിക്കൽട്ടി ഇൻ മെയിൻറ്റൈനിങ് ടെൻഷൻ ലെവൽസ് ഇൻ ദ ആങ്കർ. നമ്മൾ ഞാൻ പറഞ്ഞു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് പറഞ്ഞു, സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ, അല്ലെങ്കിൽ സ്റ്റീൽ ഗ്രൗണ്ട് ആങ്കേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് അത്ര പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇതല്ല. നമുക്ക് അവൈലബിലിറ്റി വെച്ചിട്ടാണ് സ്റ്റീല് പെട്ടെന്ന് കിട്ടുന്ന റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് അവൈലബിലിറ്റിയാണ് മെയിൻ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കാരണം അത് വെയിറ്റ് കൂടുതലാണ് അല്ലേ. സ്റ്റീൽ റോഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് അതിൻ്റെ പ്ലേസ്മെൻറ്റിനും ഇൻസ്റ്റലേഷനും ഒക്കെ നല്ല ഡിഫിക്കൽട്ടി ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ദ ടെൻഷൻ ലെവൽസ് ഇൻ ദ ആങ്കർ. ആ ആങ്കറിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു ടെൻഷൻ ലെവലിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാനും ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. അത് യൂസ് ചെയ്യണം എന്ന് പറയുന്നില്ല. പക്ഷേ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് വേറെ നല്ല മെറ്റീരിയൽസ് ഉണ്ടെങ്കിലും, പക്ഷേ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണെങ്കിലും ഏറ്റവും കോമൺ ആയിട്ട് അവൈലബിലിറ്റി എന്നൊരു ഒറ്റ പോസിറ്റിവിറ്റിയുടെ പേരിലാണ്, പോസിറ്റീവ് അത് ഒരു ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഏറ്റവും കോമൺ ആയിട്ട് ഈ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റീൽ ആങ്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് പകരമുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അതായത് ആങ്കർ സിസ്റ്റംസ് ഫാബ്രിക്കേറ്റഡ് ഫ്രം ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ് മെറ്റീരിയൽസ്. നമ്മൾക്ക് സ്റ്റീലിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോ എ നമ്പർ ഓഫ് ബെനിഫിറ്റ്സ് കമ്പയർഡ് ടു കൺവെൻഷണൽ സിസ്റ്റംസ് ഫോർ ദി ഫോളോയിങ് റീസൺസ്. അതിന് മറ്റ് സ്റ്റീൽ ഗ്രൗണ്ട് ആങ്കേഴ്സുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? എൻഹാൻസ്ഡ് ഡ്യൂറബിലിറ്റി ഇൻക്ലൂഡിംഗ് resistance to corrosion and resistance to alkalis and solutions in soils, increase their life and greatly reduce the need for maintenance, thereby decreasing the life cycle cost. അതായത് ഇനിഷ്യൽ ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ചിലപ്പം ഇൻസ്റ്റലേഷൻ കോസ്റ്റ് കൂടാൻ സാധ്യതയില്ല. എന്നാൽ പോലും കുറച്ച് ആദ്യം നമ്മൾക്ക് ഈ മെറ്റീരിയൽ കിട്ടാൻ വേണ്ടി ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നാൽ പോലും ഇതിൻ്റെ ലൈഫ് സൈക്കിൾ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? ഇതിന് ഹൈ ഡ്യൂറബിലിറ്റിയാണ്. സ്റ്റീലിനെ വെച്ച് നോക്കുമ്പോൾ ഡ്യൂറബിൾ ആണ്. കാരണം എന്താണ്? സ്റ്റീൽ കൊറോഡ് ചെയ്തു പോകും അല്ലേ. പക്ഷേ ഈ ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് കൊറോഷനെ റെസിസ്റ്റ് ചെയ്യും. അതുപോലെ മറ്റ് ആൽക്കലീസിനെയും സൊല്യൂഷൻ്റെയും ഒക്കെ ആക്ടിവിറ്റി അതിൻ്റെയൊക്കെ ആക്ഷനെ റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന് ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ട് ടോട്ടൽ എന്തായിരിക്കും? ലൈഫ് സൈക്കിൾ കോസ്റ്റ് കുറവായിരിക്കും. ഫൈബർ റീഇൻഫോഴ്സ്ഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞത്. ഓക്കെ, പിന്നെന്താണ്? ലൈറ്റർ വെയ്റ്റ് റിസൾട്ട്സ് ഇൻ ഈസിയർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കേബിൾസ് ടു സൈറ്റ് ആൻഡ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ഹാൻഡ്ലിംഗ് ആൻഡ് പ്ലേസ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു സ്റ്റീലിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? അതിന് ഭയങ്കര വെയിറ്റ് ആണ്. ആ വെയിറ്റ് കാരണം തന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഹാൻഡ്ലിംഗ്, പ്ലേസിങ്, ഇൻസ്റ്റലേഷൻ എല്ലാം നമുക്ക് ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ ഫൈബർ റീഇൻഫോഴ്സ്ഡ് മെറ്റീരിയൽ ആകുമ്പോൾ എന്താണ് പ്രത്യേകത? ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷനും ഹാൻഡ്ലിങ്ങും ഇൻസ്റ്റലേഷനും എല്ലാം നമുക്ക് കുറേ കൂടി ഈസിയർ ആയിരിക്കും. പിന്നെന്താണ്? എൻഹാൻസ്ഡ് ടെൻസൈൽ സ്ട്രെങ്ത് കപ്പിൾഡ് വിത്ത് ലൈറ്റർ വെയ്റ്റ് ആൻഡ് എൻഹാൻസ്ഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് റിസൾട്ട്സ് ഇൻ ഗ്രേറ്റർ സേഫ്റ്റി ഡ്യൂറിങ് ഇൻസ്റ്റലേഷൻ ഇൻ ഏരിയാസ് വിത്ത് ലിമിറ്റഡ് ക്ലിയറൻസ്.
ഇപ്പോൾ ലിമിറ്റഡ് ക്ലിയറൻസ് ഉള്ള കുറച്ച് ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻസ്റ്റോൾ ചെയ്യാനായിട്ട് കൂടുതൽ സേഫ് ആയിരിക്കും ഈ ലൈറ്റർ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ. എന്തുകൊണ്ടാണ്? അതിന് ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, അതുപോലെ ലൈറ്റർ വെയിറ്റ് ആണ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും ഇംപ്രൂവ്ഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇൻസ്റ്റലേഷൻ ടൈമിൽ സേഫ്റ്റി കൂടുതലായിരിക്കും, നമ്മൾക്ക് വേണ്ടി വരുന്ന ആ ഒരു മറ്റ് ബാക്കി വർക്കുകളൊക്കെ കുറവായിരിക്കും, ഇൻസ്റ്റലേഷൻ കുറേ കൂടി ഈസിയർ ആവുന്നു. ഇനി അടുത്ത നമുക്കതിൽ പറയാനുള്ള ഒരു ടേമാണ് ആങ്കർ ആൻഡ് ആങ്കർ ലെങ്ത്. നമ്മൾ നേരത്തെ ആ ഫിഗറിൽ കാണിച്ച ഫിക്സഡ് ആങ്കർ ലെങ്ത്, ഫ്രീ ആങ്കർ ലെങ്ത് എന്നൊക്കെ. ഓക്കെ, ദ ഫിക്സഡ് ആങ്കർ ലെങ്ത് ഈസ് ദാറ്റ് ലെങ്ത് ഓഫ് ദി ആങ്കർ ഓവർ വിച്ച് ദ ടെൻസൈൽ ഫോഴ്സ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ സറൗണ്ടിങ് ഗ്രൗണ്ട്, വൈൽ ഓവർ ദി ഫ്രീ ആങ്കർ ലെങ്ത് നോ ടെൻസൈൽ ഫോഴ്സ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദി സറൗണ്ടിങ് ഗ്രൗണ്ട് മാസ്. നോക്കിക്കേ, നമ്മുടെ ഫസ്റ്റ് ഫിഗറിലുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാനൊരു ഡയഗ്രാം കാണിച്ചിരുന്നല്ലോ. ആ ഡയഗ്രത്തിൽ ഞാൻ പറഞ്ഞു ആ ഫിക്സഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഗ്രൗട്ട് ചെയ്തേക്കുന്ന പോർഷനാണ്. ഗ്രൗട്ട് ചെയ്ത പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കുറച്ചൊരു ഏരിയ കൂടി നമ്മൾ സോയിലിലേക്കാണ് ഗ്രൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഫിക്സഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ ആ ലെങ്ത്, ആ ഒരു ഗ്രൗട്ട് ചെയ്ത ഏരിയയിലേക്ക് നമ്മൾ ടെൻസൈൽ ഫോഴ്സിനെ സറൗണ്ടിങ് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നു. അതായത് നമ്മൾ വീക്ക് സ്ട്രേറ്റത്തിലൂടെ പാസ് ചെയ്ത് സ്ട്രോങ് സ്ട്രേറ്റയിലെത്തി. ആ സ്ട്രോങ് സ്ട്രേറ്റയിൽ നമ്മൾ ഗ്രൗട്ട് ചെയ്തു. സ്ട്രോങ് സ്ട്രേറ്റയിൽ ഗ്രൗട്ട് ചെയ്തപ്പോൾ അതിലുള്ള ടെൻസൈൽ ഫോഴ്സ് ഡിസ്ട്രിബ്യൂട്ടായി ആ സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് കൂടി എടുത്തു. അപ്പോൾ സോയിലിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ടായി. ആ ഒരു പർട്ടിക്കുലർ ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഫിക്സഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ. ഫ്രീ ലെങ്ത് എന്ന് പറയുമ്പോഴോ ആ ടെൻസൈൽ ഫോഴ്സിനെ സോയിലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതൊന്നുമില്ല. അത് ഫ്രീ ആയിട്ട് അതിലൂടെ പാസ് ചെയ്ത് പോയിട്ട് സ്ട്രോങ് സ്ട്രേറ്റയിൽ എത്തുമ്പോൾ മാത്രം ഗ്രൗട്ട് ചെയ്ത് അതെന്ത് ചെയ്യുന്നു? അത് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ലോ ടെൻസൈൽ ഫോഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആങ്കർ ഈസ് ഡെഡ് ഓർ പ്രീസ്ട്രെസ്ഡ്. ഈ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ആങ്കർ, ഗ്രൗണ്ട് ആങ്കർ എന്ന് പറയുന്നത് ഒന്നുകിൽ ഡെഡ് ആകാം, അതായത് പ്രീസ്ട്രെസ് ചെയ്യാത്തതാകാം, അല്ലെങ്കിൽ പ്രീസ്ട്രെസ് ചെയ്തതാകാം. ലാർജ് മൂവ്മെൻറ്റ്സ് ആർ നെസസറി ടു മൊബിലൈസ് ദ ഫുൾ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി. ടു ലെസൺ സച്ച് മൂവ്മെൻറ്റ്സ് ടു മോർ അക്സെപ്റ്റബിൾ ലെവൽസ്, ഗ്രൗണ്ട് ആങ്കേഴ്സ് ആർ യൂഷ്വലി പ്രീസ്ട്രെസ്ഡ് ബൈ ടെൻഷൻ. നമ്മൾ പ്രീസ്ട്രെസ്സിങ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഗ്രൗണ്ട് ആങ്കർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ പേപ്പറിലേക്ക് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ പ്രീസ്ട്രെസ്സിങ് ചെയ്ത ശേഷമായിരിക്കും ലാർജ് മൂവ്മെൻറ്റ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ലാർജ് മൂവ്മെൻറ്റ്സിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ട് ആങ്കേഴ്സിനെ യൂഷ്വലി പ്രീസ്ട്രെസ് ചെയ്യാറുണ്ട്. The level of pre-stressing is usually a percentage of the design working load. എന്നിട്ട് ഡിസൈൻ വർക്കിംഗ് ലോഡിനെ അനുസരിച്ച്, അത് എത്ര ലോഡാണ് വിസ്റ്റാൻഡ് ചെയ്യേണ്ടത് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എത്ര അതിനെ പ്രീസ്ട്രെസ് ചെയ്യണം. അതിൽ ആക്ട് ചെയ്യുന്ന ടെൻഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൽ എന്തുമാത്രം അത് പ്രീസ്ട്രെസ് ചെയ്യണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് കമ്പോണൻസ് ഓഫ് ദി ഗ്രൗണ്ട് ആങ്കേഴ്സ് ആണ്. കമ്പോണൻസിനകത്ത് ഗ്രൗണ്ട് ആങ്കർ കംപ്രൈസ് ഓഫ് മെയിൻലി 3 പാർട്സ്. ഗ്രൗണ്ട് ആങ്കർ ബോഡി, ആങ്കർ ഹെഡ് ആൻഡ് റെലവൻറ്റ് ആക്സസറീസ്. അങ്ങനെ 3 പാർട്ടായിട്ടാണ് നമ്മൾ നമുക്ക് പല രീതിയിൽ ഡിവൈഡ് ചെയ്യാം. എന്നാലും നമ്മൾക്ക് കോമൺ ആയിട്ട് പറയാവുന്ന ഒന്നാണ്. ഒന്ന് ഗ്രൗണ്ട് ആങ്കർ ബോഡി ഉണ്ടാവും, ഒരു ആങ്കർ ഹെഡ് ഉണ്ടാകും, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ആക്സസറീസ് ഉണ്ടായിരിക്കും. ഇതാണ് ഒരു ഗ്രൗണ്ട് ആങ്കറിൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ആങ്കർ ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആ പുറത്തേക്ക് നിൽക്കുന്ന പോർഷൻ ഫുള്ളാണ് ആങ്കർ ഹെഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഇമേജ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫിനിഷ് ചെയ്ത സർഫസിൽ കാണുന്നതാണ് ആങ്കർ ഹെഡ് എന്ന് പറയുന്നത്. ഈ ആങ്കർ ഹെഡിൽ എന്തൊക്കെയുണ്ട്? ഒരു പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് ഉണ്ട്, ഒരു ആങ്കർ പ്ലേറ്റ് ഉണ്ട്, അതുപോലെ ഒരു ബെയറിംഗ് പ്ലേറ്റ് ഉണ്ട്. കേട്ടോ, 3 പാർട്ടാണ് ആങ്കർ ഹെഡിലുള്ളത്. ഒരു പ്രൊട്ടക്റ്റീവ് ക്യാപ്പ്, ഒരു ആങ്കർ പ്ലേറ്റ്, ബെയറിംഗ് പ്ലേറ്റ്. ഇതെന്താണ്? നമ്മൾ നേരത്തെ റെഡ് കളർ റീറ്റെയിനിങ് വോൾ കാണിച്ചു. റീറ്റെയിനിങ് വോൾ അല്ലെങ്കിൽ ഒരു ആങ്കേർഡ് സ്ട്രക്ചർ, എന്ത് സ്ട്രക്ചറും ആകാം. ആങ്കർ ചെയ്തേക്കുന്ന സ്ട്രക്ചറുണ്ട്, അതിന് പുറത്തേക്കുള്ളത് ആങ്കർ ഹെഡ്. പിന്നെ അതിന് ഉള്ളിലേക്ക്, ഉള്ളിലേക്കുള്ള ആ ഒരു പോർഷനെ ഫുള്ളാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രൗണ്ട് ആങ്കർ ബോഡി എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ആങ്കർ ബോഡി എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഫുൾ പോർഷനാണ് ഗ്രൗണ്ട് ആങ്കർ ബോഡി. ആ ഗ്രൗണ്ട് ആങ്കർ ബോഡിയാണ് നമ്മൾ പിന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. എന്ത്? ഫ്രീ ആങ്കർ ലെങ്ത് എന്നും ഫിക്സഡ് ആങ്കർ ലെങ്ത് എന്നും. ഫിക്സഡ് ആങ്കർ ലെങ്ത് എന്ന് പറയുന്നത് നോക്കിക്കേ, അവിടെ ഗ്രൗട്ട് ചെയ്തിട്ടുണ്ടല്ലേ.
ഫ്രീ ആങ്കർ ലിങ്ക് എന്ന് വെച്ചാൽ ഗ്രൗട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതേ ഉള്ളൂ. ഇതിനുള്ളിലൂടെ പോകുന്ന ആ ഒരു കേബിളിനെയാണ് നമ്മൾ ടെൻഡൻ എന്ന് പറയുന്നത്. ആ ടെൻഡനെ ഷീത്ത് അല്ലെങ്കിൽ സ്ലീവ്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഷീത്ത് ഒരു സ്ലീവ് ഉണ്ട്. ഫിക്സഡ് ആങ്കർ ലെങ്ത്തിലോ ഇത് ബോർഹോള്, നമ്മളിതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാനല്ലാണ്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ ആവും എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത്. ഓക്കെ. ഗ്രൗണ്ട് ആങ്കർ ബോഡി ഈസ് അഗൈൻ ഡിവൈഡഡ് ഇൻറ്റു 2 parts. എന്തൊക്കെയാണ് ഗ്രൗണ്ട് ആങ്കർ ബോഡി? ഫ്രീ ആങ്കർ ലെങ്ത് ആൻഡ് ഫിക്സഡ് ആങ്കർ ലെങ്ത്. ദ പാർട്ട് ഓഫ് ഫ്രീ ആങ്കർ ലെങ്ത് where a strand of rope is covered by the sheath delivers the residual force from the anchor head to the part of fixed anchor length where tension is grouted. ഈ ഷീത്ത് നമ്മൾ ഫ്രീ ആങ്കർ ലെങ്ത് എന്ന് പറഞ്ഞല്ലോ, അതായത് ആ ഒരു റിട്ടൈനിങ് വോളിൻ്റെ ഏറ്റവും പുറത്തൊരു ആങ്കർ ഹെഡ് ഉണ്ട്. ആങ്കർ ഹെഡിലൂടെയാണ് ആ ഒരു കവറിങ്ങിലൂടെ നമ്മുടെ ആങ്കർഡ് സ്ട്രക്ചറിലൂടെ സോയിലിലേക്ക് പ്രവേശിക്കുന്നു. സോയിലിലേക്ക് പ്രവേശിച്ചാൽ കുറച്ച് നേരത്തേക്ക് അതെന്തായിരിക്കും? ഫ്രീ ആങ്കർ ആയിരിക്കും. ആ ഫ്രീ ആങ്കറിനെ കവർ ചെയ്തിട്ട് ഒരു ഷീത്ത് ഉണ്ടായിരിക്കും. അതെന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഡെലിവേഴ്സ് ദ റെസിഡുവൽ ഫോഴ്സ് ഫ്രം ദി ആങ്കർ ഹെഡ് ടു ദി പാർട്ട് ഓഫ് ദി ഫിക്സഡ് ആങ്കർ ലെങ്ത്. അതായത് ആ ഷീത്തിലൂടെയാണ് ആ ടെൻഡൻ ആൻഡ് ഷീത്ത് ഇത് രണ്ടും കൂടെയാണ് ബെയറിംഗ് പ്ലേറ്റിൽ നിന്നും ആ ഒരു ടെൻസൈൽ ഫോഴ്സിനെ ഫിക്സഡ് ആങ്കർ ലെങ്ത്തിലേക്ക് കൺവേ ചെയ്യുന്നത്. എ പാർട്ട് ഓഫ് ഫിക്സഡ് ആങ്കർ ലെങ്ത് എഗെയിൻ ഡെലിവേഴ്സ് റെസിഡ്യുവൽ ഫോഴ്സ് ടു ഗ്രൗണ്ട് ബൈ ഫ്രിക്ഷൻ ആൻഡ് കംപ്രഷൻ. ആ ഫിക്സഡ് ആങ്കർ ലെങ്ത്തിലൂടെ പിന്നീട് എന്ത് സംഭവിക്കുന്നു? ആ ഒരു ലോഡിനെ റെസിഡ്യുവൽ ഫോഴ്സിനെ എന്തിലേക്ക്? ഗ്രൗണ്ടിലേക്ക് ബൈ ഫ്രിക്ഷൻ ആൻഡ് കംപ്രഷൻ, ഫ്രിക്ഷനിലൂടെയും കംപ്രഷനിലൂടെയും അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എൻബെയറിങ്, ഒരു പൈല് പോലെയാണ് അത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ പൈലിൻ്റെ അതേ പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. എൻബെയറിങ്ങും അതിൻ്റെ ടിപ്പിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, പിന്നെ സർഫസ് ബെയറിങ്ങും ഒക്കെ അങ്ങനെയാണ് ഒരു പൈൽ ആക്ട് ചെയ്യുന്ന പോലെ തന്നെ ഗ്രൗണ്ട് ആങ്കർ ആക്ട് ചെയ്യുന്നു. ഡിപ്പെൻഡിങ് ഓൺ ദി ടൈപ്സ് ഗ്രൗണ്ട് ആങ്കർ സിസ്റ്റംസ് റിക്വയർസ് ഇറ്റ്സ് ഓൺ റെലവൻറ്റ് ആക്സസറീസ്. അതുപോലെ തന്നെ ഇത് കൂടാതെ അതിന് വേണ്ടിയിട്ട് പലതിനും പലതായിരിക്കും റെലവൻറ്റ് ആക്സസറീസ് വേണം ടു ഫെസിലിറ്റേറ്റ് ദ ഓപ്പറേഷൻ ഓഫ് ദി മെക്കാനിസം. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിലും അതുപോലുള്ള ബാക്കി എല്ലാ ഇതിനും വേണ്ടിയിട്ടുള്ള അതിനാവശ്യമുള്ള ബാക്കി ആക്സസറീസും വേണം. എക്സാമ്പിൾ വെഡ്ജ് നട്ട്, സാഡിൽ ഓഫ് ആങ്കർ ഹെഡ്, അതൊക്കെ അതിൻ്റെ ബാക്കി വരുന്ന ആക്സസറീസ്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഗ്രൗണ്ട് ആങ്കേഴ്സ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.